ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. സുവോളജിയിലെ +2 സുവോളജിയിലെ ഒരു ചാപ്റ്റർ ആണത് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. അപ്പോൾ ഒരു ചെറിയ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിന് KCET എൻട്രൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള 2024-2023 പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ചെറിയ ചാപ്റ്ററാണ് മൈക്രോബ്സ്. അപ്പോൾ മൈക്രോബ്സ് എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. 2024 എക്സാമിന് മൈക്രോബ്സ് എന്ന് ചോദിച്ചിട്ടുള്ളത് 2 ക്വസ്റ്റ്യൻസ് ആണ്. ചെറിയൊരു ചാപ്റ്ററിന് 2 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കിട്ടല. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സം മൈക്രോബ്സ് വിച്ച് ക്യാൻ കിൽ ഓർ റിട്ടാർഡ് ദ ഗ്രോത്ത് ഓഫ് അതർ മൈക്രോബ്സ് ആർ നോൺ ആസ്. നോക്കണേ, ഒരു മൈക്രോ ഓർഗാനിസം ഉണ്ടാക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ്. ഓക്കെ, ആ കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു മറ്റൊരു മൈക്രോ ഓർഗാനിസത്തിനെ ഒന്നുകിൽ കൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യുക, തടയാൻ പറ്റും. ഓക്കെ, അത്തരം കെമിക്കൽ സബ്സ്റ്റൻസിന് എന്ത് പേരിട്ടിട്ടാ വിളിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അത്തരം കെമിക്കൽ സബ്സ്റ്റൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആൻറ്റിബയോട്ടിക്സ്. എന്താ വിളിക്കുക? ആൻറ്റിബയോട്ടിക്സ്. ഓക്കെ, ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡെഫിനിഷൻ ആണ്. ഓക്കെ, NCERT കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു ഡെഫിനിഷനാണ്, ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ ഡി, ആൻറ്റിബയോട്ടിക്സ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഓക്കെ, കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കണം, അതിൽ കറക്റ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, മെത്തനോബാക്ടീരിയം ഈസ് ആൻ എയറോബിക് ബാക്ടീരിയ ഫൗണ്ട് ഇൻ ദ റൂമൻ ഓഫ് കാറ്റിൽ. ഓക്കെ, നിങ്ങൾ കേട്ടോ, മെത്തനോബാക്ടീരിയം, ബയോഗ്യാസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയം ആണെന്ത്? മെത്തനോബാക്ടീരിയം. ഓക്കെ, മെത്തനോബാക്ടീരിയം ഈസ് ആൻ എയറോബിക് ബാക്ടീരിയം എന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മെത്തനോബാക്ടീരിയം എയറോബിക് അല്ല, മെത്തനോബാക്ടീരിയം അനേറോബിക്കാ. എയറിന്റെ ആബ്സെൻസിൽ മാത്രമേ ആര് വളരുള്ളൂ? മെത്തനോബാക്ടീരിയം വളരുള്ളൂ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. രണ്ടാമത്തത്, ബയോഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആക്ടിവിറ്റി ഓഫ് എയറോബിക് ബാക്ടീരിയ. കണ്ടോ നിങ്ങൾ, ഈ മെത്തനോബാക്ടീരിയം തന്നെയാണ് എന്തുണ്ടാക്കുന്നത്? ബയോഗ്യാസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബയോഗ്യാസ് എയറോബിക് ആക്ടിവിറ്റിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യാന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബയോഗ്യാസ് എയറോബിക് കണ്ടീഷനിലല്ല ഉണ്ടാക്കുക, ബയോഗ്യാസ് അനേറോബിക് കണ്ടീഷനിലാണ് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ബയോഗ്യാസ് പ്ലാന്റുകളൊക്കെ അടച്ചു വെച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ മൂന്നാമത്തത്, ബയോഗ്യാസ് ഇൻ പ്യുവർ മീഥെയിൻ. ഓക്കെ, ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ പ്യുവർ മീഥെയിൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ബയോഗ്യാസിലെ മെയിൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ മീഥെയിൻ ആണ്. പക്ഷേ മീഥെയിൻ മാത്രമൊന്നല്ല, മീഥെയിൻ്റെ കൂടെ ഏതൊക്കെ ഉണ്ടാവും? മീഥെയിൻ്റെ കൂടെ ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ പല ഗ്യാസുകൾ കൂടി ചേരുന്ന ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണെന്ത്? ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിൽ മെയിൻ ഗ്യാസ് മീഥെയിൻ ആണ്. പക്ഷേ ഇതിൽ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് ബയോഗ്യാസ് പ്യുവർ മീഥെയിൻ ആണെന്നുള്ള, അത് തെറ്റാ. ഓക്കെ, നാലാമത്തെ ഓപ്ഷൻ നോക്കൂ, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഇൻ സെഡിമെന്റ് ടാങ്ക്സ് ഈസ് റിച്ച് സോഴ്സ് ഓഫ് എയറോബിക് ബാക്ടീരിയ. ഓക്കെ, ഈ പറയുന്ന എന്താ പറയുക, സെഡിമെന്റ് ടാങ്കുകളിൽ, അതായത് STP നിങ്ങൾ കിട്ടണം, STP സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്. ഓക്കെ, ആ സെഡിമെന്റ് പ്ലാന്റുകളിൽ കാണപ്പെടുന്ന ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഉണ്ട്. ഓക്കെ, അതായത് അതിൻ്റെ അടിത്തട്ടിൽ കാണപ്പെടുന്ന വേസ്റ്റ് മെറ്റീരിയൽസ്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. ഓക്കെ, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്താണ്? റിച്ച് സോഴ്സ് ഓഫ് എയറോബിക് ബാക്ടീരിയ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇതിൽ എന്തുണ്ട്? ഒരുപാട് ബാക്ടീരിയകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ആക്ടിവേറ്റഡ് സ്ലഡ്ജിൽ ഒരുപാട് എന്തുണ്ട്? ബാക്ടീരിയകളെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ കറക്റ്റായി വേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2024 എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 2023 എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, 2023 എക്സാമിന് ചോദിച്ചിട്ടുള്ളതും 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മൈക്രോബ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്ഥിരമായിട്ട് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കോളൂ. ഒരു ക്വസ്റ്റ്യൻ ആണ്, റോക്ക്ഫോർട്ട് ചീസ് ഈസ് റൈപ്പൻഡ് ബൈ. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റോക്ക്ഫോർട്ട് ചീസ്, മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ഒരു ചീസിൻ്റെ പേരാണെന്ത്? റോക്ക്ഫോർട്ട് ചീസ്. റോക്ക്ഫോർട്ട് ചീസ് റൈപ്പൻ ചെയ്യിപ്പിക്കുക. റൈപ്പൻ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പഴുപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. പക്ഷേ ചീസിൻ്റെ കേസിൽ ഡിഫറൻറ്റ് ഫ്ലേവേഴ്സ് ഉണ്ടാക്കുക എന്നുള്ള അർത്ഥം. അപ്പോൾ ഈ റോക്ക്ഫോർട്ട് ചീസിനെ റൈപ്പൻ ചെയ്യിപ്പിക്കണത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൂടെ ഫംഗസിനെ വളർത്തിയിട്ടാണ്. ഓക്കെ, അപ്പോൾ റോക്ക്ഫോർട്ട് ചീസ് ഈസ് റൈപ്പൻഡ് ബൈ, ആരാണ് റൈപ്പൻ ചെയ്യിപ്പിക്കണമെന്ന് ചോദിച്ചാൽ ഈസ്റ്റ്, ബാക്ടീരിയം, ഫംഗൈ, വൈറസ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? ഓപ്ഷൻ സി, ഫംഗൈ ആണ്. ഫംഗസിനെ വളർത്തിയിട്ടാണ് എന്ത് ചെയ്യുക? റോക്ക്ഫോർട്ട് ചീസിനെ റൈപ്പൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, അടുത്ത നോക്കൂ നിങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. 4 students were assigned a science project to find out the pollution levels of lakes in their surroundings. Okay, microbes in sewage treatment എന്നുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ആഫ്റ്റർ അനലൈസിംഗ് ദ ക്വാളിറ്റി ഓഫ് വാട്ടർ സാമ്പിൾസ് the BOD values were found as follows. Which among the following water samples is highly polluted? നോക്കി നിങ്ങൾ, കുറച്ച് BOD വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. എന്താ BOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? BODൻ്റെ ഫുൾ ഫോം ആണെന്ത്? ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഒരു വാട്ടറിൻ്റെ പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഓക്സിജൻ വേണം, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? BOD. അപ്പോൾ BODൻ്റെ 4 വാല്യൂസ് കൊടുത്തിരിക്കണം. ഓക്കെ, ഒന്ന് 0.16 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. ഓക്കെ, മറ്റൊന്ന് കൊടുത്തിട്ടുള്ളത് 0.6 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. ഓക്കെ, വേറൊന്ന് കൊടുത്തിട്ടുള്ളത്
0.06 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. വേറൊന്ന് കൊടുത്തിട്ടുള്ളത് 6 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണെന്ത് BOD വാല്യൂസ് തന്നിട്ട് പിന്നെ വിച്ച് എമംഗ് ദ ഫോളോയിങ് വാട്ടർ സാമ്പിൾസ് ഈസ് ഹൈലി പൊല്യൂട്ടഡ്. ഓക്കെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇത് നമ്മൾ ഒന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഒരു വാട്ടറിൻ്റെ BOD കൂടിക്കഴിഞ്ഞാൽ BOD ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്തെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതായത് മൈക്രോബ്സിന് ഉപയോഗിച്ചിട്ട് നമ്മൾ പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്താ ചെയ്യാന്ന് BOD നമ്മൾ ഡിക്രീസ് ചെയ്യിപ്പിക്കുക ചെയ്യുക. എൻ്റെ അടുത്തൊരു ഒരു പാത്രത്തിലൊരു വെള്ളമുണ്ട്, അതിൻ്റെ BOD കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്ത് കൂടുതലാണ്? പൊല്യൂഷൻ കൂടുതലാണ്. ഓക്കെ, BOD കുറവാണെന്ന് പറഞ്ഞാലോ പൊല്യൂഷൻ കുറവാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ളത് ഏത് BOD ഉള്ള കണ്ടീഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഏറ്റവും വലിയ വാല്യൂ ഏതാണെന്ന് നോക്കിയാൽ മതി. ഏറ്റവും വലിയ വാല്യൂ എന്താ? 6 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അവിടെയാണ് എന്തുള്ളത്? കൂടുതൽ BOD ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പൊല്യൂഷൻ കാണപ്പെടുക ഇവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ലോജിക്ക് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഡയറക്റ്റ് NCERT പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും NCERT ഇൻഡയറക്ട്ലി എന്ന് പറയേണ്ടത് BOD കൂടി കഴിഞ്ഞാൽ പൊല്യൂഷൻ കൂടും. അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സിമ്പിളായിട്ട് ചെറിയൊരു ചാപ്റ്റർ ആണത് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണത് മൈക്രോബ്സ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ.